നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുമ്പോഴോ ഒക്കെ മിക്കപ്പോഴും കണ്ടുവരുന്ന ചില പ്രയോഗങ്ങളാണ് കുഡ് ഹാവ്, മൈറ്റ് ഹാവ്, മേ ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ്, വിൽ ഹാവ് എന്നൊക്കെ. അപ്പം പലർക്കും അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് അത് ആ ഭാഗം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് ഞാൻ സമർപ്പിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെ കുഡ് ഹാവിനെ കുറിച്ചാണ്, അതെന്തിനാണ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുഡ് ഹാവിന് പൊതുവെ 3 അർത്ഥങ്ങളാണ് ഉള്ളത്. ഈ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ഈ കുഡ് ഹാവിന്റെ കൂടെ ഏതെങ്കിലും ഒരു വെർബിന്റെ 3ാമത്തെ രൂപം ചേരുമ്പോഴും ആണ്. അപ്പൊ നമുക്ക് കുഡ് ഹാവിന്റെ അർത്ഥങ്ങൾ 3 അർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അർത്ഥം എന്താണ്? കഴിഞ്ഞേനെ അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് ആണ് ഒന്നാമത്തെ അർത്ഥം. അല്ലെ, നമ്മുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോഴോ ഒക്കെ നമുക്ക് അങ്ങനൊരു സാഹചര്യം വന്നേക്കാം, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന്. അങ്ങനെ പറയേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുഡ് ഹാവ് നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താണ്? കഴിയുമായിരുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ കഴിയുമായിരുന്നു എന്നർത്ഥം വരാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഹാവ് ഉപയോഗിക്കാം. പിന്നെ ചെയ്യാമായിരുന്നു എന്നൊരർത്ഥം വരാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഹാവ് ഉപയോഗിക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള 3 അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ കുഡ് ഹാവിന്റെ കൂടെ നമ്മൾ ഏത് ക്രിയയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ക്രിയയുടെ 3ാമത്തെ രൂപം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ അർത്ഥം വരുന്നത്. അത് നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ചെയ്യാൻ കഴിഞ്ഞേനെ, അല്ലെ? കഴിഞ്ഞേനെ എന്നൊരർത്ഥം വരാൻ വേണ്ടി നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മലയാളത്തിൽ നമുക്ക് പറയാം, എന്ത്? എനിക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിഞ്ഞേനെ എന്നുള്ള ഈ പറയുന്ന മലയാളം സെന്റൻസ്. അതിന്റെ ഇംഗ്ലീഷ് വാക്യം നമുക്ക് എഴുതാം. അപ്പൊ എന്ത് ചെയ്യണം? ഐ എഴുതുക, പിന്നെ കുഡ് ഹാവ്, അല്ലെ? കുഡ് ഹാവ് എഴുതണം. എന്നിട്ട് നേടാൻ, അവിടുത്തെ ക്രിയ എന്താ? നല്ല മാർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ ക്രിയ നേടുക എന്നുള്ളതാണ്. അപ്പൊ നേടുക, അപ്പൊ മാർക്കൊക്കെ നേടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? സ്കോർ ആണ്. ആ സ്കോറിന്റെ V3 ഫോം. അപ്പൊ എന്താണ്? സ്കോർഡ് എന്ന് വരും. അപ്പൊ അങ്ങനെ വരും, ഐ കുഡ് ഹാവ് സ്കോർഡ്. ഇത്ര ആകുമ്പോ തന്നെ എന്തായി? നേടാൻ കഴിഞ്ഞേനെ, എനിക്ക് നേടാൻ കഴിഞ്ഞേനെ എന്ന് വരും. പിന്നെ എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. എന്ത്? ഐ കുഡ് ഹാവ് സ്കോർഡ് ഹൈ മാർക്സ്, ഉയർന്ന മാർക്ക് ഇൻ ദ എക്സാം. അല്ലെ? അപ്പൊ എന്തായി? ഐ കുഡ് ഹാവ് സ്കോർഡ് ഹൈ മാർക്സ് ഇൻ ദ എക്സാം എന്ന് ആയി. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? എനിക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിഞ്ഞേനെ എന്നായി. അപ്പൊ ചെയ്യാൻ കഴിഞ്ഞേനെ എന്നർത്ഥം വരുന്ന തരത്തിലുള്ള സെന്റൻസ് നമ്മളിവിടെ വിശദീകരിച്ചു. ഇനി രണ്ടാമത്തെ അർത്ഥം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നർത്ഥം വരാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഹാവ് ഉപയോഗിക്കാം. അപ്പോഴും ആ അർത്ഥം വരണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ക്രിയയാണ് ഉദ്ദേശിക്കുന്നത് ആ ക്രിയയുടെ കൂടെ ആ ക്രിയയുടെ V3 ഫോം നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണം. ഉദാഹരണം നമുക്ക് നോക്കാം. എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന ഈ പറയുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ അറിയാം? ഐ, പിന്നെ കുഡ് ഹാവ്. ഇനി ഇവിടുത്തെ ക്രിയ എന്താ? രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? റെസ്ക്യൂ എന്നുള്ളതാണ്. എന്താണ്? റെസ്ക്യൂ. അപ്പൊ ആ റെസ്ക്യൂവിന്റെ 3ാമത്തെ ഫോം എന്തായിരിക്കും? റെസ്ക്യൂഡ്. അപ്പൊ എന്തായി? ഐ കുഡ് ഹാവ് റെസ്ക്യൂഡ്. ഇത്ര ആയപ്പോ എന്തായിരിക്കും അർത്ഥം? എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇനി ആരെ നമ്മൾ എഴുതി ചേർത്താൽ മതി. എന്ത്? ഹിം. അപ്പൊ എന്തായി?
ഐ കുഡ് ഹാവ് റെസ്ക്യൂഡ് ഹിം എന്നാകുമ്പോൾ എന്തായിരിക്കും? എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഈ കഴിയുമായിരുന്നു എന്നൊരർത്ഥം കുഡ് ഹാവിനുണ്ട്. അതെങ്ങനെയാണ് നമ്മളിവിടെ വിശദീകരിച്ചു. ഇനി മൂന്നാമത്തെ അർത്ഥം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ചെയ്യാമായിരുന്നു അല്ലെ? ചെയ്യാമായിരുന്നു എന്നർത്ഥം വരാം നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ മലയാള വാക്യം നമുക്ക് പറയാം. എന്ത്? നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നു അല്ലെ? നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംസാരിക്കാൻ വരുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനേക്കുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുഡ് ഹാവിനെ അങ്ങ് ഓർത്താൽ മതി അല്ലെ? നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നു. അപ്പൊ നമ്മൾ എഴുതും നിങ്ങൾ ഇംഗ്ലീഷ് എന്താണ്? യു. ഇനി നമുക്കിവിടെ എന്ത് എഴുതണം? കുഡ് ഹാവ് ഉപയോഗിക്കണം. കാരണം എന്താ? ചെയ്യാമായിരുന്നു എന്നർത്ഥം വരാൻ നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കാം. അപ്പൊ യു കുഡ് ഹാവ്. ഇനി ഇവിടെ ക്രിയ എന്തായിരുന്നു? ഏത് പ്രവൃത്തിയാ ചെയ്യേണ്ടത്? കോൾ, വിളിക്കുക എന്നുള്ളതിന്റെ കോൾ. അതിന്റെ V3 ഫോം. അപ്പൊ എന്തായി? കോൾഡ് എന്നായി. പിന്നെ ആരെ? എന്നെ. അപ്പൊ മീ. അപ്പൊ എങ്ങനെ വരും? നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നു എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ആയിരിക്കും? യു കുഡ് ഹാവ് കോൾഡ് മീ എന്ന് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ, നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞേനെ, അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു. ഇങ്ങനെ 3 സാഹചര്യങ്ങൾ നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതുവാനോ ഒക്കെ നമുക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആരെ അങ്ങ് ഓർത്താൽ മതി? ഈ കുഡ് ഹാവിനെ അങ്ങ് ഓർത്താൽ മതി. എന്നിട്ട് അതിന്റെ കൂടെ V3 ഫോം, ഏത് ക്രിയയാണോ ആ ക്രിയയുടെ 3ാമത്തെ രൂപം കൂടെ എഴുതുക. അപ്പൊ മനസ്സിലായല്ലോ? അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെയും കമന്റ് ബോക്സിലും എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്റെ ക്ലാസ് കയറി കാണാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ നല്ലൊരു വിജയം ആശംസിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.